നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ച് പോവുകയാണ്, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ലൻ തദില്ലു നിങ്ങൾ വഴി തെറ്റുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ കിതാബല്ലാഹ് വസുന്നത നബിയിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനാണ്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അപ്പൊ നമ്മുടെ ആദർശത്തിന്റെ ഫൗണ്ടേഷൻ, നമ്മുടെ ആദർശത്തിന്റെ അടിത്തറ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്, അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇത് പറയുമ്പോൾ ഖുർആൻ നമ്മൾ ഓതിയിട്ട് ഹദീസ് നമ്മൾ വായിച്ചിട്ട് നമ്മുടെ ഇഷ്ടം പോലെ അങ്ങ് വ്യാഖ്യാനിക്കാൻ പറ്റില്ല നമുക്ക്. ആ വ്യാഖ്യാനമാണ് സമൂഹത്തിലുണ്ടായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ദീനിന്റെയും അഹ്ലുസുന്നത്തിന്റെ ആളുകളായി അറിയപ്പെടുന്ന പല ആളുകൾക്കും പിഴച്ചു പോയത്. ഖുർആൻ ഓതുക, സ്വന്തമായി വ്യാഖ്യാനിക്കുക, ഹദീസ് വായിക്കുക, സ്വന്തമായി വ്യാഖ്യാനിക്കുക പാടില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വം. എന്നാൽ അതേ ഖുർആനിൽ തന്നെ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് പറയുകയും ആ നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ചില സഹോദരങ്ങൾ. അവിടെ വസ്അല മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്ന ആയത്ത് ഓതി, സൂറത്തു സുഖ്റുഫിൽ ആയത്ത് എന്തായിരുന്നു? നബിയെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് നിങ്ങൾ ചോദിക്കുക എന്ന ആയത്ത്. എന്നാൽ ആ ചോദ്യം അത് വെച്ചുകൊണ്ട് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ചോദിക്കാൻ, ഇസ്തിഗാസ ചെയ്യാൻ, സഹായം ചോദിക്കാൻ, പ്രാർത്ഥിക്കാൻ ഇതാ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനം ഉണ്ടായി. എന്നാൽ ആ ആയത്ത് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തത്? അവരിൽ താബിഈങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? അഥവാ മുൻഗാമികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ മൻഹജു സലഫ്, പൂർവീകരുടെ മുൻഗാമികളുടെ ആ മാർഗം സ്വീകരിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നാം മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിവിധ ക്യാമ്പസുകളിൽ നിന്ന് ഈ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നാം കടന്നു വന്നു. ഒരു മാതാവിൻ്റെ, പിതാവിൻ്റെ മകനായി, മകളായി നാം ജനിച്ചു. ഇനി നമ്മുടെ സമ്മതം ചോദിക്കാതെ, മുൻകൂട്ടി തീയതി ചോദിച്ചു വാങ്ങാതെ നമ്മെ ഇങ്ങോട്ടയച്ച നമ്മുടെ സട്ടാവ് തിരിച്ച് വിളിക്കും. അതൊരു പക്ഷെ ഒരു യാത്രയിലാകും, അതല്ലെങ്കിൽ നാം നമ്മുടെ പഠന സ്ഥലത്തോ ജോലി സ്ഥലത്തോ ആകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിൽ വെച്ച് നമ്മുടെ സമയമായാൽ നാം പോയേ പറ്റൂ. വയനാടുണ്ടായ അപ്രതീക്ഷിതമായ, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ ദുരന്തം നമ്മോട് പറയുന്നത് അതുകൂടിയാണ്. കുറേ കാര്യങ്ങൾ, സ്വപ്നങ്ങൾ നെയ്ത് വെച്ച ആളുകൾ, കുറേ കണക്കുകൂട്ടലുകൾ നടത്തിയ ആളുകൾ, വിവിധ പ്രായത്തിലുള്ളവരുണ്ട്, വിവിധ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജീവിച്ചവരുണ്ട്. പക്ഷേ ആ രൂപത്തിൽ ദുരന്തത്തിന് ഇരയായി. ഏതെങ്കിലും ഒരു കാരണത്താൽ ഈ ലോകത്ത് നമ്മളൊക്കെ പോകണം. ഈ അടുത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടത് വല്ലാതെ ദുഃഖത്തോടെ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ ഹജ്ജിന് അറഫയിൽ വെച്ച് ഒരു വ്യക്തിയെ കാണാതാകുന്നു. കുറേ അന്വേഷണങ്ങൾ നടത്തി, കിട്ടിയില്ല. അവസാനം ഏകദേശം 2 ആഴ്ചക്കപ്പുറം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ലഭിച്ചു.
അദ്ദേഹത്തിന് 2 മക്കൾ കുവൈറ്റിലുണ്ട്. കുടുംബസമേതം അവിടെ ജോലിയും താമസവുമായി കഴിയുന്നു. ആ 2 മക്കൾ ഈ പിതാവിൻ്റെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി വരികയാണ്. അങ്ങനെ വന്ന് മയ്യത്ത് നമസ്കാരമൊക്കെ നിർവഹിച്ച് ഖബറടക്കി. അതിൽ ഒരു മകൻ ഒരു ഉംറ കൂടെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ ആ വ്യക്തി ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു. അല്ലാഹു തആല അവർക്ക് 2 പേർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്രതീക്ഷിതമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു പറയുന്നുണ്ട്, എല്ലാവരും മരണം ആസ്വദിക്കും, മരണം ടേസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ ഫലം നൽകപ്പെടുന്നത് അത് ഖിയാമത്ത് നാളിലാണ്. അന്ന് നരകത്ത് നകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആരാണോ അവരാണ് വിജയികൾ എന്ന് അല്ലാഹു പറയും. അതുകൊണ്ട് ഈ ലോകത്തെ ജീവിതം അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം? അല്ലാഹു പറയുന്നുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ സന്മാർഗ്ഗം നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ ആ സന്മാർഗ്ഗം ആര് പിന്തുടരുന്നുവോ അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരില്ല അവർ എന്ന് അല്ലാഹു പറയുന്നു. അതിനാൽ ഇവിടെ എങ്ങനെ ജീവിക്കണം, നമ്മൾ ഏത് വിശ്വാസപ്രകാരം ജീവിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ലോകത്തെ ജീവിതം നേരത്തെ സൂചിപ്പിച്ച പോലെ എങ്ങനെയെങ്കിലും അങ്ങ് അവസാനിക്കും, എങ്ങനെയെങ്കിലും അവസാനിക്കും, മരണപ്പെടും തീർച്ചയാണ്. അതിന് പ്രായത്തിന് വ്യത്യാസമില്ല. നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുള്ള പ്ലാനുകളുടെ വ്യത്യാസങ്ങളില്ല. സമയമായാൽ പോയേ പറ്റൂ. എന്നാൽ യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നതാണ്. അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. ആ സ്വർഗത്തിലെത്തണം, നരകത്തിൽ രക്ഷപ്പെടണം. അതിനുള്ള മാർഗം അല്ലാഹുവിന്റെ ആ ഹുദ, ആ സന്മാർഗം പിൻപറ്റുകയാണ്. അത് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും വഴിയാണ്. അല്ലാഹു പറയുന്നുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുവോ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അദീം. അങ്ങനെയുള്ള ആളുകളെ, അല്ലാഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്ന ആളുകളെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ട ആ ജീവിക്കേണ്ട വഴി ഖുർആനിന്റെ വഴിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ വഴിയാണ്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തെ ജീവിതം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ വഴിയാണ് ഖുർആന്റെ സുന്നത്തിന്റെ വഴി. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. നമ്മുടെ ആദർശത്തിന്റെ അടിത്തറ നാം മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്തങ്ങളായ ആദർശങ്ങൾ നാട്ടിലുണ്ട്, വീക്ഷണഗതികൾ നാട്ടിലുണ്ട്, അതുപോലെ വിശ്വാസങ്ങൾ നാട്ടിലുണ്ട്. അവിടെ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നത് മാനദണ്ഡം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ മതപരമായ ഏതെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടാകുന്നു നിങ്ങൾക്കിടയിലെങ്കിൽ നിങ്ങൾ ആ വിഷയം മടക്കേണ്ടത് അല്ലാഹുവിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കും ആയിരിക്കണമെന്നുള്ള പറയുന്നു. അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കൊണ്ടാണ് ഈ പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ച് പോവുകയാണ്, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ലൻ തദല്ലു, നിങ്ങൾ വഴി തെറ്റുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ കിതാബല്ലാഹ് വസുന്നത നബിയിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനാണ്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അപ്പോൾ നമ്മുടെ ആദർശത്തിന്റെ ഫൗണ്ടേഷൻ, നമ്മുടെ ആദർശത്തിന്റെ അടിത്തറ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇത് പറയുമ്പോൾ ഖുർആൻ നമ്മൾ ഓതിയിട്ട്
ഹദീസ് നമ്മൾ വായിച്ചിട്ട് നമ്മുടെ ഇഷ്ടം പോലെ അങ്ങ് വ്യാഖ്യാനിക്കാൻ പറ്റില്ല നമുക്ക്. ആ വ്യാഖ്യാനമാണ് സമൂഹത്തിലുണ്ടായ ഖുർആനിന്റെയും സുന്നത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ദീനിന്റെയും അഹ്ലുസുന്നത്തിന്റെ ആളുകളായി അറിയപ്പെടുന്ന പല ആളുകൾക്കും പിഴച്ചു പോയത്. ഖുർആൻ ഓതുക, സ്വന്തമായി വ്യാഖ്യാനിക്കുക, ഹദീസ് വായിക്കുക, സ്വന്തമായി വ്യാഖ്യാനിക്കുക പാടില്ല. നമുക്കൊരൊറ്റ ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വം. എന്നാൽ അതേ ഖുർആനിൽ തന്നെ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് പറയുകയും ആ നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ചില സഹോദരങ്ങൾ. അവിടെ വസ്അല മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്ത് ഓതി, സൂറത്തു സുഖ്റുഫിൽ ആയത്ത് എന്തായിരുന്നു? നബിയെ, താങ്കൾക്കും കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് നിങ്ങൾ ചോദിക്കുക എന്ന ആയത്ത്. എന്നാൽ ആ ചോദ്യം അത് വെച്ചുകൊണ്ട് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ചോദിക്കാൻ, ഇസ്തിഗാസ ചെയ്യാൻ, സഹായം ചോദിക്കാൻ, പ്രാർത്ഥിക്കാൻ ഇതാ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനം ഉണ്ടായി. എന്നാൽ ആ ആയത്ത് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തത്? അവരിൽ താബിഈകൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? അഥവാ മുൻഗാമികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ മൻഹജു സലഫ്, പൂർവീകരുടെ മുൻഗാമികളുടെ ആ മാർഗം സ്വീകരിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നാം മനസ്സിലാക്കേണ്ടത്. ശരി, വ്യത്യസ്തങ്ങളായ കക്ഷികളുണ്ട്, വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളുണ്ട് ഇസ്ലാമിന്റെ പേരിൽ. എന്നാൽ ഏതാണ് ശരി? ശരി എന്ന് ഏതാണ് തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിച്ചു പോകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത വാഹിദ. ഒന്നൊടിച്ച് ബാക്കിയെല്ലാം നരകത്തിലായിരിക്കും. സ്വഹാബത്ത് ചോദിച്ചു, വമൻ ഹിയ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഏതാണ് ആ കക്ഷി എന്ന്. അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ അവരാണ് വിജയിക്കുന്ന കക്ഷി. അത്വാഇഫത്തുൽ മൻസൂറ അൽ ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന കക്ഷി എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്നൊരു പ്രയോഗം മുസ്ലിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. അഹ്ലി എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം. അസുന്ന എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന്റെ ആളുകൾ എന്നാണ്. വൽ ജമാഅ, അത് ആ സ്വഹാബത്ത് ഐക്യകണ്ഠേന തർക്കമില്ലാതെ സ്വീകരിച്ച നിലപാട്, അത് സ്വീകരിക്കുന്ന ആളുകൾ എന്നാണ് ഇതിന്റെ വിവക്ഷ. അഥവാ അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കറിയാം, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന 2 ഷഹാദത്തുകളാണ്. അതിൽ ഏറ്റവും അടിത്തറയായി കിടക്കുന്നത് അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണ്, തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അവൻ എല്ലാറ്റിലും ഏകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുബൂബിയത്തിൽ, അഥവാ റബ്ബ് അവനാണ്, റബ്ബ് അവനാണ്. തൗഹീദുർ റുബൂബിയ്യ, റബ്ബ് രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വം, അതാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്, എല്ലാറ്റിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. ഇപ്പൊ പടച്ചോൻ ആരാ ചോദിച്ചാൽ നമ്മളെ പടച്ചോൻ മടവൂർ എന്ന് പറഞ്ഞോളി എന്നാണ്. പാടിപ്പെട്ട് കിടക്കുകയാണ്. എന്തേ? അത് ഞങ്ങളുടേതെന്ന് അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഈ സമൂഹം അവരെ വലിച്ചെറിയുമെന്ന് ബോധമുള്ളത് കൊണ്ട് അവർ അവകാശവാദമായിട്ട് ആരും വരുന്നില്ല. ഇരിക്കട്ടെ, അങ്ങനെ ഖാലിഖ് അല്ലാഹുവാണ്. അതുപോലെ തന്നെ എല്ലാറ്റിനും ഉടമസ്ഥൻ മാലിക് അല്ലാഹുവാണ്. എല്ലാറ്റിനും നിയന്താവ് മുദബ്ബിർ അല്ലാഹുവാണ്. ഇന്ന് ചർച്ചയാണ് മുദബ്ബിറുൽ ആലം ആരാണ് എന്ന്, ലോകം നിയന്ത്രിക്കുന്ന ആരാണ് എന്ന് ചർച്ചയാണ്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളോട് ചോദിച്ചാൽ വമയുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ ആരാ നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അവരുടെ മറുപടി അല്ലാഹ് എന്നായിരുന്നു. ഇവിടെ 4 വട്ടം ആലോചിച്ച് പറയാണ്, 10-30 കൊല്ലം മരിച്ചുപോയ കോഴിക്കോട് ജില്ലയിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിനെ വക്രീകരിക്കുന്ന അവസ്ഥയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് റബ്ബ്, അതുപോലെ അവനാണ് യഥാർത്ഥ ഇലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാതെ വേറെ ആരാധിക്കപ്പെടുന്ന പലതും ഇവിടെയുണ്ട്. പലതിനെയും മനുഷ്യർ ആരാധിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്.
തൗഹീദിന്റെ നേരെ വിപരീതമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്ക് ചെയ്താൽ ആ മനുഷ്യൻ ശാശ്വതമായി നരകത്തിലാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആർ അല്ലാഹുൽ പങ്കു ചേർക്കുന്നുവോ ആ മനുഷ്യന് അല്ലാഹ് സ്വർഗ്ഗം നിഷിദ്ധമാക്കും. ശാശ്വതമായി ആ മനുഷ്യൻ നരകത്തിലായിരിക്കും. മാത്രമല്ല ശിർക്ക് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കില്ല, അതല്ലാത്തത് അവർ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് പൊറുക്കണമെങ്കിൽ ആ ശിർക്ക് ചെയ്ത മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൗബ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ശിർക്ക് പൊറുക്കുകയില്ല. അതുപോലെ ശിർക്ക് ചെയ്താൽ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമാണ്. അല്ലാഹ് പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതൻ അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശിർക്ക് ചെയ്യാത്ത പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞത്, ശിർക്ക് ചെയ്യാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, തെറ്റ് ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പറഞ്ഞത് ശിർക്കിന് ഇത്ര ഗൗരവമുണ്ടെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, പല രൂപത്തിൽ ശിർക്ക് കടന്നു വരികയാണ് സമൂഹത്തിൽ. ഏറ്റവും പ്രധാനമായി പ്രാർത്ഥന രൂപത്തിലാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് ശൈഖേ എന്ന് പറഞ്ഞ് സഹായം ചോദിക്കുന്നവർ, ബദരീങ്ങളോട് ബദരീങ്ങളെ കാക്കണേ എന്നവർ സഹായം ചോദിക്കുന്നവർ, അവര് അതിങ്ങനെ ചെറുപ്പത്തിലെ ശീലിച്ചതല്ലേ എന്നതിലേക്ക് വിടേണ്ട കാര്യമല്ല. ശിർക്ക് ചെയ്താൽ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കും. ആ മനുഷ്യൻ ശാശ്വതമായി നരകത്തിലാണ്. ആ മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയല്ലോ നാം. നോക്കൂ, അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്ന് അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പല രീതിയിൽ പറയുന്നുണ്ട്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അവന്റെ കൂടെ മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പ്രവാചകരെ പറയൂ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവന്റെ കൂടെ മറ്റാരെയും ഞാൻ ശിർക്ക് ചെയ്യില്ല എന്ന് പറയൂ പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അല്ലാഹ് പറയുന്നുണ്ട്. അതിനാൽ അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. പ്രവാചകന്മാരൊക്കെയും അങ്ങനെയായിരുന്നു. നോക്കൂ, മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം സന്താനമില്ലാതെ വിഷമിച്ച് കഷ്ടപ്പെട്ട ആ പ്രവാചകൻ, അദ്ദേഹം ദുആ ഖുർആൻ പറയുന്നത് സൂറത്ത് മറിയമിന്റെ ആദ്യ ഭാഗത്ത്, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബാ. അല്ലാഹുവേ, എനിക്കിതാ പ്രായാധിക്യത്തിലാണ്, എന്റെ മുടിയെല്ലാം നിറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബേ, നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ദൗർഭാഗ്യവാനല്ല, നിരാശയില്ല. അല്ലാഹുവോടാണ് സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന് പറഞ്ഞ് അദ്ദേഹം അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്. മുഴുവൻ അമ്പിയാക്കളും അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്. പ്രിയമുള്ള കൂട്ടുകാരികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസിൽ ചെന്നുകൊണ്ട് വളരെ ഈസിയായി ഈ മെസ്സേജ് കൈമാറാൻ സാധിക്കും. ഈ ലോകത്ത് വന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും അല്ലാഹുവോടാണ് പ്രാർത്ഥിച്ചത്. ഒരു നബിയും ആ നബിക്ക് കഴിഞ്ഞു പോയ മറ്റൊരു നബിയോട് പ്രാർത്ഥിച്ചത്, സഹായം ചോദിച്ചത്, ഇസ്തിഗാസ ചെയ്തത് കാണിക്കാമോ എന്ന് ധൈര്യത്തോടെ ക്യാമ്പസിൽ ചെന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കാൻ കഴിയും നിങ്ങൾക്ക്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. അവസാനിപ്പിക്കേണ്ട പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ പ്രാർത്ഥന പാടില്ല എന്നത് ഖുർആൻ ഖണ്ഡിതമായി പറയുന്നു. പക്ഷേ മഹാന്മാരെ ബഹുമാനിക്കുന്നു എന്ന പേരിൽ പലതും അവർ ഇന്ന് ഈ നാട്ടിൽ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ എന്നുള്ള പേരിൽ വലിയുണ്ട്, ശരിയാണ്. അല്ലാഹുവിലേക്ക് അടുത്താളാണ് വലിയ. നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കളാകാനാ ശ്രമിക്കേണ്ടത്, നമ്മൾ അവന്റെ ഔലിയാക്കളാകാനാ ശ്രമിക്കേണ്ടത്. അല്ലാതെ ചില കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥ അല്ല സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ ഇന്ന് സന്തോഷകരമായ കാര്യമുണ്ട്. എന്താ വെച്ചാൽ, ഇന്ന് ചില അത്തരത്തിൽ കൊണ്ടു നടക്കുന്ന ചില ആളുകളെ, പ്രത്യേകിച്ച് CM വലിയ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന, മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന, അയാളൊന്ന് കണ്ണു ചിമ്മിയാൽ ഈ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളൊക്കെ തകർന്നു പോകുമെന്ന് പറയുന്ന അയാളെ പറ്റി തന്നെ പറയാൻ തുടങ്ങി. ഒരു നിക്കാഹിന്റെ സാക്ഷിക്ക് പോലും പറ്റാത്ത ആളാണ്. ഒരു ആവറേജ് മനുഷ്യന്മാരൊക്കെ അതിന് പറ്റും, പക്ഷെ ഇയാൾ അതിനും പറ്റാത്ത ആളാണ്. ചിലര് പറയാൻ തുടങ്ങി, എന്ത്
റമദാന്റെ പകലിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. മൂപ്പർ നിസ്കരിക്കുമ്പോൾ കാണൂല. ഇങ്ങനെ തുടങ്ങി പലതും. മാത്രമല്ല ഈ ആളുകൾക്കൊക്കെ നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് അവരോട് ഇസ്തിഗാഥ ചെയ്യുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ എന്തായി? ഇല്ല, അങ്ങനെ നിയന്ത്രണം ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ അല്ലാഹുവല്ലാതെ മുദബ്ബിറുൽ ആലം ഉണ്ട്, വിശ്വാസിർക്കാണ്, അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് വരെ പറയുന്ന ആളുകൾ അപ്പുറത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സന്തോഷകരമാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ച വിശ്വാസം, അതാണ് നമ്മുടെ അടിസ്ഥാനം. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അവസാനത്തെ പ്രവാചകനാണ്. ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങളാണ് ദീനായി സ്വീകരിക്കേണ്ടത്. അല്ലാതെ പുതിയത് ദീനിൽ ഉണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് പരലോകത്തെ ഹൗദുൽ കൗസർ എന്ന് വെള്ളം കുടിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നാട്ടിയോടിക്കും. മാത്രമല്ല, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞു, ഒറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. പ്രിയമുള്ളവരെ, ക്യാമ്പസിൽ ചെന്ന് നിങ്ങളുടെ കൂട്ടുകാരോട് ഈ സത്യം പറയണം. കഴിയുന്ന പോലെ, കിട്ടുന്ന അവസരത്തിൽ. ബലാത്കാരമല്ല, നിർബന്ധമല്ല, സ്നേഹത്തോടെ പറയണം. അവർക്ക് തൗഹീദിനെ വെളിച്ചമെത്തിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം പറഞ്ഞ് വളരെ 2 വാചകങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഇദ്ദേഹം കുറേ തവണ വിളിച്ചു, പക്ഷേ ഉമ്മ സ്വീകരിക്കുന്നില്ല. ഒരു തവണ വിളിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞു ഈ ഉമ്മ. കാരണം ഉമ്മയുടെ ഭാഷയിൽ മോൻ പിഴക്കാൻ കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വല്ലാതെ ചീത്ത പറഞ്ഞു. തന്റെ ഉമ്മയേക്കാൾ താൻ സ്നേഹിക്കുന്ന ആ പ്രവാചകനെ ഉമ്മ ചീത്ത പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അരികിൽ ചെന്നു, ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, എന്റെ ഉമ്മ ഇപ്പോഴും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഞാൻ പല തവണ വിളിച്ചിട്ടുണ്ട്, ഇന്നും വിളിച്ചു നബിയെ. പക്ഷെ ഇന്ന് വിളിച്ചപ്പോ അങ്ങേ എന്റെ ഉമ്മ കുറെ ചീത്ത പറഞ്ഞു. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് ദുആരിക്കണം നബിയെ എന്ന് ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയോടാ പറഞ്ഞത്. വഫാത്തായി പോയ റസൂലുള്ളാഹി അല്ല പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച സന്തോഷത്താൽ ഞാൻ വീട്ടിലേക്ക് ഓടിച്ചെല്ലാണ്. ഞാനിങ്ങനെ വീട്ടിലേക്ക് സന്തോഷത്താൽ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. മുസ്തബ്ശിറൻ ബിദഅവതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത സന്തോഷത്താൽ വീട്ടിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ വീടിന്റെ അരികിൽ ചെന്നപ്പോൾ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നതാ കാണുന്നത്. ശബ്ദത്തിന്റെ ഓട്ടത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉമ്മ ഉള്ളിന്ന് വിളിച്ചു പറഞ്ഞു, അബൂ ഹുറൈറ മക്കാനക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്തു. ഉള്ളിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്ന, നിലത്ത് വീഴുന്ന ശബ്ദം. അദ്ദേഹം പറയാണ്, സമിഅതു ഖൽഖലതൽ മാ, വെള്ളം ഇങ്ങനെ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ആ സമയത്ത് മനസ്സിലാക്കി ഉമ്മ കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞിട്ട് ഉമ്മ വാതിൽ തുറന്ന് പുറത്ത് വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഓടിച്ചെന്നു. വ അന അബ്കി മിനൽ ഫർഹ്, സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട് ഞാൻ ഓടിച്ചെന്നു. റസൂലുള്ളാഹി പറഞ്ഞു, റസൂലേ അബ്ശിർ, സന്തോഷിച്ചോളൂ, അല്ലാഹു ദഅവതക, അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിയിരിക്കുന്നു, എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്തുതിച്ചു. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നാം പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ സന്ദേശം ലഭിക്കാൻ വേണ്ടി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.